വെൽക്കം ടു മൈ ചാനൽ. സ്നേഹിതരെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു ചൈനയിൽ പോയി വന്നിട്ട് എന്താ ഒന്നും പോസ്റ്റ് ചെയ്യാത്തത്. ശരിക്കും ഞാൻ യാത്ര അങ്ങനെ കാര്യമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളൊന്നും അല്ല. പിന്നെ ഈ ചൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒരു പുകമറ അല്ലെങ്കിൽ ഒരു ഇരുമ്പ് മറയ്ക്കകത്തുള്ള ഒരു രാജ്യം. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് പോയി സംഭവിക്കുന്ന സ്ഥലങ്ങളൊന്നും അവർ കാണിച്ചു തരാൻ യാതൊരു സാധ്യതയില്ല. എങ്കിലും ഒന്ന് കണ്ട് നമുക്കൊരു ഒപ്പീനിയൻ രൂപീകരിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ചൈനയിലോട്ട് പോയത്. അപ്പോൾ ചൈനയിലെ സ്ഥലവും കാര്യങ്ങളും കാണണമെങ്കിലും അത്ര എളുപ്പമൊന്നുമല്ല. ചൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ വിശാലമായ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയെക്കാളും ഒരു ഏതാണ്ട് 3 ഇരട്ടി വലിപ്പമുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ ജിയാൻജിയിൽ അവതാർ ഷൂട്ട് ചെയ്ത ആ മൗണ്ടൻ ഉണ്ടല്ലോ, അവിടം കണ്ടിട്ട് നമുക്ക് ഒരു പാൻഡയെ കാണണം എന്നാണ് ആഗ്രഹമെങ്കിൽ പിന്നെ ഒരു 4000 കിലോമീറ്റർ സൗത്തിലോട്ട് വരണം. അപ്പോൾ ഇതൊന്നും അങ്ങനെ ഒരു ടൂറിൽ നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ഞങ്ങൾ സോമൻസ് ടൂർ വഴിയാണ് പോയത്. കൊച്ചിയിൽ നിന്നും സിംഗപ്പൂരിലാണ് ആദ്യം പോയത്. അത് തന്നെ ഒരു 6-7 മണിക്കൂർ ജേണിയുണ്ട്. പിന്നെ ഈ പറഞ്ഞ മാതിരി ടൈം സോൺ മാറുന്നതിൻ്റേതായ ഒരു വ്യത്യാസവും കൂടെ ഉണ്ട്. ചാങ്കി എയർപോർട്ട്, അതാണ് സിംഗപ്പൂരിലെ വലിയ എയർപോർട്ട്. പിന്നെ സിംഗപ്പൂരിൽ നിന്നും ചൈനയ്ക്ക് അതും ഒരു 6 മണിക്കൂറുണ്ട്. അപ്പോൾ ബീജിങ്ങിലെ എയർപോർട്ടിലെത്തിയപ്പോൾ എയർപോർട്ട് നിറയെ ഇങ്ങനെ സ്കാനിങ് മെഷീൻ വെച്ചിരിക്കുക. അതായത് യാത്രക്കാർക്ക് സ്വയമേ സ്കാൻ ചെയ്ത് സ്വൈപ്പ് ചെയ്ത് അങ്ങ് കയറിപ്പോവാം. ഞാൻ അതിലാണ് ആദ്യം ട്രൈ ചെയ്തത്. പക്ഷെ നമുക്ക് അത് അലൗഡ് അല്ല. നമ്മൾ വിസിറ്റേഴ്സ് ആയതുകൊണ്ട് നമ്മൾ വേറൊരു ഏരിയയിൽ പോയിട്ട് അവിടെ നമ്മുടെ പാസ്പോർട്ടും നോക്കി നമ്മുടെ മുഖത്തിൻ്റെ പടമെടുത്ത് നമ്മുടെ കയ്യിൻ്റെ വിരലടയാളം എടുത്ത്, അതായത് ഒരു നമ്മുടെ ഈ ആധാർ കാർഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു ഡേറ്റ് അവർ എടുക്കും. ആ ഡേറ്റ എടുത്തിട്ടേ നമ്മളെ പുറത്തോട്ട് വിടുള്ളൂ. വേറൊരാളിൻ്റെ പാസ്പോർട്ടുമായിട്ട് വന്ന് ചൈനയിൽ ഫ്രോഡ് കാണിക്കാൻ ഒക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാസ്പോർട്ടുമായിട്ട് ആരാണോ ചൈനയിൽ കയറുന്നത് അവരുടെ മുഴുവൻ ബയോമെട്രിക്കും ഇപ്പോൾ റെക്കോർഡ് ചെയ്യുകയല്ലേ. എയർപോർട്ട് ലൈറ്റിങ്ങിന് സൂര്യപ്രകാശം ഉപയോഗിക്കുന്നുണ്ട്, മുകളിൽ കണ്ടില്ലേ. സാധാരണ എയർപോർട്ടിലോട്ട് പോകുമ്പോഴാണ് ലഗേജ് സ്കാൻ ചെയ്യുന്നത്. ഇത് നമ്മൾ വെളിയിലിറങ്ങുമ്പോഴേ ലഗേജ് സ്കാൻ ചെയ്യുന്നു. ബാഗ് ചെക്ക് കഴിഞ്ഞിട്ട് 1 മിനിറ്റ് പോലും വേസ്റ്റ് ചെയ്യാതെ അങ്ങനെ നമ്മളങ്ങ് പറഞ്ഞു വിടുക. അപ്പോൾ എനിക്കതൊരു ഒരു 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 വെറുതെ കാണിക്കുന്നതല്ലേ എന്നൊരു തോന്നൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ സ്കാൻ ചെയ്ത് അതിനകത്ത് വല്ലതും ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ ഒരു സമയം വേണ്ടേ. അതൊന്നും ഇല്ലാതെ വെറുതെ സ്കാൻ ചെയ്ത് നിങ്ങൾ പൊക്കോളൂ, ആ രീതിയിൽ. അപ്പോൾ ഞാൻ ഗൈഡിനോട് തിരക്കിയപ്പോൾ പറഞ്ഞു, ഈ നമ്മുടെ എവിടെ ഹോട്ടലിൽ സ്റ്റേ ചെയ്യുന്നത് എവിടെയാണെന്ന് നമ്മൾ ഡേറ്റ ഇവിടെ കൊടുക്കണം, അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഹോട്ടലിൽ നിന്ന് ചെക്ക് ഇൻ ചെയ്യുമ്പോൾ നമ്മുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് എല്ലാം അടുത്ത പോലീസ് സ്റ്റേഷനിൽ പോകും. എയർപോർട്ടിൽ നിന്ന് പോയ ആൾ ആ ഹോട്ടലിൽ എത്തിയില്ലെങ്കിൽ അപ്പോൾ തന്നെ അന്വേഷണം തുടങ്ങും അവർ. അപ്പോൾ അതുകൊണ്ടാണ് ഇവരിങ്ങനെ വെറുതെ കയറ്റി വിടുന്നത്. കാരണം ഇവരുടെ നമ്മുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവരുടെ കയ്യിൽ ഇരിക്കുന്നത് കൊണ്ട് കയറ്റി വിടുന്നതിന് അവർക്ക് ഒരു ബുദ്ധിമുട്ടില്ല. കാരണം നമ്മൾ എവിടെ പോയാലും ട്രേസബിളാണ്. ഇപ്പോൾ നമ്മൾ ഒരു ലോങ് ഡിസ്റ്റൻസ് ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ അവിടെയും നമ്മുടെ ആധാറോ ആധാറല്ലല്ലോ, നമ്മുടെ പാസ്പോർട്ടോ ID കാണിക്കണം, മുഖവും ഫേസും സ്ക്രീൻ ചെയ്യും. ഈ കാണുന്നത് നിങ്ങൾ വിചാരിക്കും ഒരു വലിയ ലൈറ്റാണെന്ന്. ലൈറ്റേ അല്ല, അത് കംപ്ലീറ്റ് ക്യാമറയാണ്. ഇതുപോലുള്ള സാധനങ്ങളാണ് അവിടെ നിറയെ ഇരിക്കുന്നത്. ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ വൈഫൈയിൽ കയറി കഴിഞ്ഞാൽ ഏതാണ്ടൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആവുമെന്ന് എന്നെ എല്ലാവരും പറഞ്ഞ് പേടിപ്പിച്ച്. ശരിയാണോ എന്ന് അറിഞ്ഞൂടാ. ചൈനയ്ക്കെതിരായിട്ടൊക്കെ പറയുന്ന ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നെല്ലാം എക്സിറ്റ് ആയിട്ട് തന്നെയാണ് അങ്ങോട്ടേക്ക് പോയത്. അപ്പോൾ ഒരു പക്ഷേ അവിടെ എങ്ങാനും പിടിച്ചിട്ട് കഴിഞ്ഞാലേ പിന്നെ നമ്മൾ എപ്പോൾ ഇറങ്ങുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ ഗൈഡ് ഷർട്ട് മാറ്റിയിട്ടാണ് മറ്റേ ചൈനയിലോട്ട് കയറിയത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ഷർട്ടിലുള്ള ചൈനയുടെ പടത്തിൽ ടിബറ്റ് വേറൊരു രാജ്യമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ ചൈനയുടെ അഭിപ്രായത്തിൽ ടിബറ്റ് ചൈനയുടെ ഭാഗമാണ്. ആ ഷർട്ട് വിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ അവർ മിക്കവാറും അവരെ ഡിറ്റെയിൻ ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മൾ അത് നേരത്തെ നമുക്ക് ടൂർ ഗൈഡ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഇന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത്. അപ്പോൾ ആ ഒരു രീതിയിൽ വളരെ സെക്യൂരിറ്റി വളരെ ടൈറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിറ്റിസൺ ആകാനായിട്ട് വലിയ ഇടിയൊന്നുമില്ല. അവിടെ ഞങ്ങൾ 2 പേരെ പരിചയപ്പെട്ട്, ഒരാൾ 14 വർഷമായിട്ട് ചൈനയിൽ ബിസിനസ് നടത്തുന്നു, ഒരാൾ 10 വർഷമായി. 2 പേരും അവിടെ സിറ്റിസൺ അല്ല. കാരണം സിറ്റിസൺ എടുത്തു കഴിഞ്ഞാലും ഈ എന്തെങ്കിലുമൊക്കെ വേലകൾ കാണിച്ചു കഴിഞ്ഞാൽ ശിക്ഷ തീർച്ചയാണ്, അതിൽ രക്ഷയൊന്നുമില്ല. പിന്നെ ഫോറിനറായിരുന്നാൽ ചിലപ്പം നാട് കടത്തി വിടാനുള്ളൊരു ഓപ്ഷനുണ്ട്. ചൈനീസ് ഫോറിനാണെങ്കിൽ അതുമില്ല. അതുകൊണ്ട് സിറ്റിസൺഷിപ്പ് എടുക്കണമെന്ന് ആരും പറയില്ല. നമ്മുടെ ഇന്ത്യയിൽ ഈ അടുത്ത കാലത്തുണ്ടായിരുന്ന പോലെ സിറ്റിസൺ അമെൻമെൻറ്റ് ആക്ട് ഞങ്ങൾക്കെല്ലാം സിറ്റിസൺ ആവണം അങ്ങനെയൊന്നും ചൈനയിൽ ആരും പറയില്ല.
അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് ഇന്ത്യയിൽ എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിറ്റിസൺ ആയി കഴിഞ്ഞാൽ എന്ത് തോന്നിയ അസുഖം ചെയ്യാം എന്നുള്ള ഒരു അവസ്ഥ ഉള്ളതുകൊണ്ടാണ്. ഡോക്യുമെൻറ്റ്സ് എല്ലാം വെരിഫൈ ചെയ്യുന്നതും സ്വൈപ്പ് ചെയ്യുന്നതും എല്ലാം ഞാൻ ചോദിച്ചു, അപ്പോൾ ഇത് ഫോറിനേഴ്സിനും ഓക്കെ, കാരണം ചൈനയ്ക്കെതിരെ വല്ലതൊക്കെ പറയാനും വല്ലതൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്ന അതിന് നോക്കാൻ വേണ്ടിയിട്ട് ചെയ്യാം. പക്ഷേ ചൈനക്കാരനെ ഓരോ സ്ഥലത്തും അത് ട്രെയിനിലായാലും ഗ്രേറ്റ് വാളിൻ്റെ അവിടെ പോയാലും എവിടെയും ചൈനക്കാരനും അവരുടെ ആധാറിന് സമാനമായ ഒരു ഐഡിയ ഉണ്ട്, അത് കാണിക്കണം. അതെന്തിനാണ് ഈ ചൈനക്കാരനെ ഇത്രയധികം സൂക്ഷിക്കുന്നത്? ഗൈഡ് പറഞ്ഞ വളരെ പ്രധാനമായ ഒരു കാര്യമാണ്, നമ്മൾ ഇന്ത്യക്കാർ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതായത് ഈ ചൈന അല്ലാത്ത ഒരു മനുഷ്യനെ അവർക്ക് കണ്ടാൽ അറിയാം. അതിപ്പോൾ ഇന്ത്യക്കാരനായാലും ഒരു വെസ്റ്റേണറായാലും ആഫ്രിക്കക്കാരനായാലും അവർ കണ്ട അപ്പം അറിയാം. അപ്പോൾ അവരെ കൂടുതൽ ശ്രദ്ധാപൂർവം സർവൈലൻസ് ചെയ്യണം എന്നുള്ളതും അവർക്കറിയാം. പക്ഷേ ഒരു ചൈനക്കാരൻ ചൈനയ്ക്കെതിരായിട്ട് പ്രവർത്തിച്ചാൽ അറിയാനൊക്കില്ല. അതുകൊണ്ട് ചൈനക്കാരനെയാണ്, അതായത് ചൈനീസ് പൗരനെയാണ് കൂടുതൽ പ്രധാനമായിട്ടും സർവൈലൻസ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് അവരെ കംപ്ലീറ്റ് അവർ എവിടെ കയറിയാലും അവരുടെ ഫേസും സ്കാൻ ചെയ്യും, അവരുടെ ആധാറിന് സമാനമായ ഐഡിയും സ്കാൻ ചെയ്യും. അതെനിക്ക് തോന്നുന്നു ഇന്ത്യയിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ സിറ്റിസൺ എന്നും പറഞ്ഞിട്ടുള്ള ഈ ബഹളം അങ്ങ് തീരും. കാരണം സിറ്റിസൺ ആയി കഴിഞ്ഞാൽ എന്തും ചെയ്യാമെന്നുള്ള ആ പരിപാടി അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ചൈനയിൽ നിന്ന് നമുക്കത് പഠിക്കേണ്ട ഒരു പാഠമാണ്. എയർപോർട്ടിൽ ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾ ക്യൂവിൽ നിന്ന് 2 പേരില്ല. അപ്പോൾ ഞങ്ങൾ ഗ്രൂപ്പ് വിസയിലാണല്ലോ, അപ്പോൾ അപ്പോഴേ പിടിച്ചങ്ങ് മാറ്റി എല്ലാവരുമായിട്ട് ഇങ്ങ് വന്നാൽ മതി. ഇപ്പോൾ സാധാരണ നമ്മളെ ദേശത്ത് എന്തുവാണ്, കയറ്റി വിട്ടിട്ട് മറ്റവർ 2 വരുമ്പോൾ അവരുടെയും കൂടെ ചെക്ക് ചെയ്ത് അകത്ത് കയറ്റും. അങ്ങനെയല്ല, അവിടെ ഒരു പ്രോട്ടോക്കോളാണ്. പ്രോട്ടോക്കോൾ അങ്ങനെ തന്നെ പോകും, വാട്ട് എവർ ഹാപ്പൻസ്. പിന്നെ ഞങ്ങൾ ചെന്ന ദിവസം ആക്ച്വലി ഒരു സൺഡേ ആണ്. ഞങ്ങൾ ചൈനയിൽ ലാൻഡ് ചെയ്ത്, പക്ഷേ നിറയെ ബിസി ആയിട്ടിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൺഡേ ഇവിടെ വർക്കിംഗ് ഡേ ആണ്, അതുകൊണ്ടാണ്. നോർമലി സൺഡേ ഹോളിഡേ ആണ്, പക്ഷേ ഈ സൺഡേ വർക്കിംഗ് ഡേ ആണ്. അതെന്താ ഈ സൺഡേ വർക്കിംഗ് ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച മെയ് ഡേ വരികയാണ്, തൊഴിലാളി ദിനം, ലേബർ ഡേ. അപ്പോൾ അതിനോടനുബന്ധിച്ച് 3-4 ദിവസം ലീവുണ്ട്. അപ്പോൾ ആ 3-4 ദിവസം ലീവും ഒരു സൺഡേയും കൂടെ ചേർത്ത് ഒരാഴ്ച ലീവിന് വേണ്ടിയിട്ട് ഒരു അഡീഷണൽ 2 അഡീഷണൽ ഹോളിഡേ കൊടുത്തു. അതുകൊണ്ട് ആ മെയ് ഡേ വരുന്നതിന് മുമ്പുള്ള 2 സൺഡേ വർക്ക് ചെയ്യണം. അതിലൊരു സൺഡേ ആണ് ഈ ജനങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ കേട്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഹോളിഡേ തന്നെ വളരെ കുറവാണ്. ഇപ്പോൾ ലേബർ ഡേയോടനുബന്ധിച്ച് ഒരു 4-5 ദിവസം അവധി കൊടുക്കും. പിന്നെ നാഷണൽ ഡേ, അതായത് പീപ്പിൾസ് റിപ്പബ്ലിക് ആയ ആ ഒരു സമയം, നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ എന്നൊക്കെ പറയുമ്പോൾ അതിന് ഒരാഴ്ചത്തെ ലീവുണ്ട്. പിന്നെ ഉള്ളത് ഈ ഡ്രാഗൺ ഫെസ്റ്റിവൽ അങ്ങനെ എങ്ങാണ്ട്. അപ്പോൾ അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡ്രാഗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാങ്കല്പിക സംഭവമല്ലേ. പക്ഷേ എന്നാലും അതിന് അവർ ഡ്രാഗൺ ഫെസ്റ്റിവൽ എന്ന് തന്നെ പറയും. അല്ലാതെ നമ്മുടെ നാട്ടിൽ പറയും പോലെ ഏതെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അല്ല അത് വിളവെടുപ്പ് ഉത്സവമാണ്, മറ്റതെല്ലാം വെറും ഐതിഹ്യം, അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. പിന്നെ ഞാൻ ചോദിച്ചത് ഈ വർക്കിംഗ് അവേഴ്സ് എങ്ങനെയാണ്, അപ്പോൾ നമ്മുടെ വർക്കിംഗ് അവേഴ്സുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി ചോദിച്ചത്. അപ്പോൾ പറഞ്ഞാൽ 9 to 5 ആണ് യൂഷ്വൽ, പക്ഷേ ഡിഫറൻസ് ഉണ്ട്. 9 to 5 എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് 10 to 5 ആണല്ലോ. അപ്പോൾ ചോദിച്ചു ആ 10 to 5 എങ്ങനെയാവും? കാരണം 10 to 5 ആകുമ്പോൾ 8 hours ആകുന്നില്ലല്ലോ, 9 to 5 ആണെങ്കിൽ 8 hours ആകുന്നുള്ളൂ. അപ്പോൾ അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, നമ്മളിവിടെ ഈ തൊഴിലാളികൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നവർ ഇതൊന്നും പറഞ്ഞു തരുന്നില്ല. 8 മണിക്കൂർ ജോലി ചെയ്യണ്ടേ, അതിലൊരു അരമണിക്കൂർ ഫുഡിന്, അവിടെ അരമണിക്കൂറാണ് ഫുഡിൻ്റെ ബ്രേക്ക്. അരമണിക്കൂറാണെങ്കിലും എല്ലാത്തിലും അരമണിക്കൂറല്ല. ചില വ്യവസായങ്ങളിലും ചില ജോലികളിലും നാപ്പ് ടൈമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മണിക്കൂർ കൊടുക്കും ഉറങ്ങണം, കാരണം എങ്കിലേ അവരുടെ പ്രൊഡക്ടിവിറ്റി കൂടുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് 9 to 5 അല്ല, 9 to 6:30 ആണ് അവരുടെ ടൈം. പിന്നെ ഈ നിയമപരം അല്ലാത്ത കാരണം നിയമപരമായിട്ട് ചൈനയിൽ 8 hours ആണ്. നിയമപരമല്ലാത്ത ഈ 9 to 9 വർക്കിംഗ് അവേഴ്സ് ഉണ്ട്. ഉദാഹരണം ടെക്കീസ്, സോഫ്റ്റ്വെയർ പീപ്പിൾ, അതിനെല്ലാം ഓവർ ടൈം കിട്ടും. ഓവർ ടൈം കിട്ടുന്നതുകൊണ്ട് അവർക്ക് ജോലി ചെയ്യാൻ മടിയൊന്നുമില്ല, അവർ ജോലി ചെയ്തോളും. ഈ ഓവർ ടൈം സാധാരണ ശമ്പളത്തിൻ്റെ ഇരട്ടിയോ 3 ഇരട്ടിയോ ഒക്കെ കിട്ടും. അപ്പോൾ ആക്ച്വലി ചൈനക്കാർ, നമ്മുടെ ഗൈഡ് നമ്മളോട് പറഞ്ഞത്, ചൈനക്കാർ ഇന്ത്യക്കാരെ പോലെ അല്ല, ജോലി ചെയ്യാതിരിക്കുന്നത് എന്തോ ഒരു ആക്ഷേപമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. അപ്പോൾ അവർക്ക് ജോലി ചെയ്യണം. അപ്പോൾ നമ്മുടെ നാട്ടിലും ശരിക്കും പറഞ്ഞാൽ ഈ നേതാക്കന്മാർ ചെന്ന് ഈ സ്ക്രൂ കയറ്റാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാരും എക്സ്ട്രാ ജോലി ചെയ്യുകയും എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കുകയും ചെയ്യും. പക്ഷേ അതിനുള്ള ഒരു അവസരം സോ കോൾഡ് തൊഴിലാളി നേതാക്കൾ കൊടുക്കുന്നില്ല. പിന്നെ ഉള്ളത് ഈ അഗ്രികൾച്ചറൽ ഏരിയയിൽ പറഞ്ഞത് ചിലപ്പോൾ 12 hour ജോലി പലപ്പോഴും ഉണ്ടാവാറുണ്ട്. കാരണം
ആ, ഈ ഈ വർഷത്തിൽ ചില അവസരങ്ങളിൽ മാത്രമല്ലേ വിളവെടുപ്പ് അല്ലെങ്കിൽ കൊയ്യുക അല്ലെങ്കിൽ വിത്ത് വിതയ്ക്കുകയൊക്കെ ഉള്ളൂ. അല്ലാത്ത സമയം ജോലിയില്ലല്ലോ. അപ്പോൾ ഉള്ള സമയം അവർ 12 ഓവറും ചെയ്യും. അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പോൾ എല്ലാ ജോലികൾക്കും ഒരേ രീതിയിൽ വർക്കിംഗ് അവേഴ്സ് അല്ല. പിന്നെ ഈ എക്സ്ട്രാ ലീവ് ഇപ്പം മേഡേക്ക് 3 ദിവസത്തിന് പകരം ഈ 5 ദിവസം എന്തിനു കൊടുത്തു എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ടൂറിസത്തിന് വേണ്ടിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ ഗൈഡ്. ചൈനയിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ വരുന്നതിൽ ഒട്ടുമുക്കാലും പേരും ചൈനീസ് തന്നെയാണ്. അത് അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്കതിൽ സംശയം തോന്നിയില്ല. കാരണം ചുറ്റും നോക്കിയപ്പോൾ ഒക്കെ കാരണം ചൈനക്കാരെ കണ്ടാൽ അറിയാമല്ലോ. വേണമെങ്കിൽ അതിൽ കുറച്ച് കൊറിയക്കാർ കാണുമായിരിക്കും നമുക്ക് കണ്ടാൽ ചൈനയെ പോലെ ഇരിക്കുന്നത്. പക്ഷേ ചൈനയും കൊറിയയും ഒക്കെ ഉള്ള ആ ഒരു ഫേസ് ഉള്ളവരാണ് ആൾമോസ്റ്റ് എല്ലാവരും, ഒരു 90%. അപ്പോൾ ഈ ഇങ്ങനെ അവർക്ക് ടൂർ ചെയ്യാനായിട്ട് ബേസിക്കലി അവരുടെ ടൂർ എന്ന് പറയുന്നത് ഇൻ ചൈനയാണ്. അല്ലാതെ അവർ യൂറോപ്പിലും അവിടെ എവിടെയൊക്കെ ഓടിപ്പോകുന്നില്ല, നമ്മളെപ്പോലെ അല്ല. നമുക്കും ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്കകത്ത് കാണാൻ എന്തൊക്കെയുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ചാടി എണീറ്റ് പോകുന്നത് ഇന്ത്യക്ക് വെളിയിലാണ്. പക്ഷെ ചൈനക്കാർ അതിനകത്ത് തന്നെ ഒരുപാട് ടൂറിസ്റ്റ് വരുന്നു. ഞാൻ ചോദിച്ചപ്പോൾ അവർക്ക് ഇൻകം അതിനുണ്ടെന്നാണ് പറയുന്നത്. സോ ദേ ആർ ഫെയർലി റിച്ച്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അതിനും വേണ്ടി എല്ലാവർക്കും ജോലിയും ശമ്പളവും ഒക്കെ ഉണ്ട്. അപ്പോൾ ശമ്പളത്തിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ഓവർ ടൈം ചെയ്ത് ഇഷ്ടം പോലെ കാശ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ തൊഴിലില്ലായ്മ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്നും ഇല്ലെന്നും പറയാം എന്നുള്ളതാണ് ഒരു ഉത്തരം കിട്ടിയത്. അതായത് ഇപ്പോൾ എനിക്ക് വേണ്ട ജോലി എനിക്ക് കിട്ടുമോ എന്ന് ചോദിച്ചാൽ അത് ചിലപ്പോൾ തൊഴിൽ കിട്ടില്ല. പക്ഷേ ഒരു സർക്കാർ പറയുന്ന ജോലി ചെയ്യാനാണെങ്കിൽ എല്ലാവർക്കും ജോലിയുണ്ടെന്ന് മാത്രമല്ല, ഇപ്പോൾ ജോലി ചെയ്യാൻ ആൾ കുറവായതുകൊണ്ട് 1 ചൈൽഡ് നോമൊക്കെ എടുത്തു കളഞ്ഞു. എത്ര കുട്ടികളൊക്കെ ഉണ്ടാവാനാണ് ഇപ്പോൾ നമ്മുടെ ചൈനീസ് സർക്കാർ പറയുന്നത്. കാരണം വർക്ക് ഫോഴ്സ് കുറഞ്ഞു വരുന്നു. വർക്ക് ഫോഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ട് കുട്ടികൾ ഉണ്ടാവാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയമാണ് ഇപ്പോൾ ചൈന. ഇക്കാര്യത്തിൽ നമ്മൾ ചൈനയെ അനുകരിക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു 10-50 വർഷത്തേക്കുള്ള നമ്മുടെ റിക്വയർമെൻറ്റ് പ്ലാൻ ചെയ്തിട്ട് സർക്കാർ അതിനനുസരിച്ചുള്ള ട്രെയിനിങ് സീറ്റുകൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ IIT-യിൽ IIT-യിലെല്ലാം അതിനനുസരിച്ചുള്ള സീറ്റുകൾ മാത്രം കൊടുക്കുക. എൻജിനീയറിംഗ് ആയാലും മെഡിസിൻ ആയാലും. അപ്പോൾ ഏതിനാണോ നമ്മൾ ട്രെയിൻഡ് ആവുന്നത് നമുക്കതിൽ ഒരു ജോലി സാധ്യത ഉണ്ടായിരിക്കും. പക്ഷേ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ എനിക്ക് ഡോക്ടർ ആവണമെങ്കിൽ ഞാൻ എവിടെയെങ്കിലും കൊണ്ട് പൈസ കൊടുത്തായാലും ഡോക്ടർ ആകും. അപ്പോൾ അതിന് ജോലി നമ്മൾ പ്രൊവൈഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗവൺമെൻറ്റിന് ഇപ്പോൾ ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ട്രെയിൻഡായിട്ട് വിദേശത്ത് പോയി അവരെ സെർവ് ചെയ്യുന്നു. ട്രെയിനാകാനുള്ള എല്ലാ എക്സ്പെൻസും നമ്മുടെ സർക്കാരാണ് മുടക്കുന്നത്. അതായത് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഈ പ്രതിരോധ കുത്തിവയ്പ്പ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 30,000-40,000 രൂപ അത് തന്നെ വരുന്നുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളും നോക്കിയാൽ നമ്മുടെ ചികിത്സ സൗജന്യമാണ്, നമ്മുടെ എഡ്യൂക്കേഷൻ ഒട്ടുമുക്കാലും സൗജന്യമാണ്. അങ്ങനെ ഈ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളിനെ ഉണ്ടാക്കാനായിട്ട് സർക്കാർ ഒരുപാട് കാശ് ചിലവാക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ സേവനം വിദേശ രാജ്യങ്ങളിലായിട്ട് ഇവർ കൊണ്ടുപോയി കൊടുക്കുന്നു. അപ്പോൾ വിദേശ രാജ്യങ്ങൾക്ക് എന്താ അഡ്വാൻറ്റേജ്? ഈ പൈസ ഒന്നും ചിലവാക്കാതെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളിനെ കിട്ടുന്നു. അപ്പോൾ നമ്മളെപ്പോഴും പറയും നമ്മൾ വിദേശ മണി, വിദേശ നാണ്യം ഇങ്ങെത്തില്ലേന്ന്. അതിപ്പോൾ എത്തുന്നത് എന്തുകൊണ്ടാണ്? ഈ ഗൾഫ് കൺട്രീസിൽ, മുസ്ലിം കൺട്രീസിൽ അവർ സിറ്റിസൺഷിപ്പും കൊടുക്കില്ല, അവിടെ സ്ഥലം വാങ്ങിക്കാൻ അനുവദിക്കില്ല, അവിടെ സെറ്റിൽ ചെയ്യാൻ അനുവദിക്കില്ല. അതുകൊണ്ട് തിരികെ വരുന്നു. പക്ഷേ യൂറോപ്പിലും അമേരിക്കയിലും പോകുന്ന കുട്ടികളെ നോക്കൂ, ആരും തിരികെ വരുന്നില്ല. അപ്പോൾ നമ്മൾ സർക്കാർ ചിലവാക്കിയ മുഴുവൻ പൈസയുടെയും പ്രയോജനം നമ്മൾ വിദേശ രാജ്യങ്ങൾക്ക് കൊടുക്കുന്നു. അത് ചൈനയിൽ ഉണ്ടാകുന്നില്ല. പിന്നെ ചൈനയിൽ ലാംഗ്വേജ്, അവിടെ ഈ ഇംഗ്ലീഷ് യാതൊരു പിടിയുമില്ല ആർക്കും. അപ്പോൾ അത് ഞാൻ ചോദിച്ചപ്പോഴും ഈ ഗൈഡുകൾക്ക് വേണ്ടി അവരുടെ ഗൈഡിൻ്റെ കോഴ്സ് പഠിക്കുമ്പോൾ കുറച്ച് ഇംഗ്ലീഷോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോറിൻ ലാംഗ്വേജ് പഠിക്കണം, ഫ്രഞ്ചോ, അങ്ങനെ പഠിക്കുന്നതല്ലാതെ അവിടെ ഇംഗ്ലീഷ് ഒരു പാഠ്യവിഷയമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് വെച്ച് നമുക്കവിടെ സർവൈവ് ചെയ്യാൻ ഒക്കില്ല. ഞങ്ങൾ തന്നെ വല്ലപ്പോഴും ചോദിക്കുന്നത് ഈ ഗൂഗിൾ വെച്ചിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. ഒരു ഹോട്ടലിൽ കയറിയിട്ട് കാപ്പി ചായ പറഞ്ഞാൽ പോലും, കോഫി ഓർ ടീ പറഞ്ഞാൽ പോലും അറിഞ്ഞുകൂടാത്ത വെയിറ്റേഴ്സാണ്. അതാണ് ദാറ്റ് ഈസ് ദി സോർട്ട് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇംഗ്ലീഷ് അവിടെ. അപ്പോൾ ഞാൻ ചോദിച്ചത്, അപ്പോൾ ഈ ടൂറിസ്റ്റുകളെ നിങ്ങൾ എൻ്റർടൈൻ ചെയ്യാൻ എങ്ങനെ പറ്റും ഇത്രയും ലാംഗ്വേജ് അറിഞ്ഞുകൂടാതെ? അപ്പോൾ ആൻസർ വാസ് വെരി സിമ്പിൾ. ഞങ്ങൾ ടൂറിസ്റ്റുകളൊക്കെ ഓടി വരണമെന്ന് പറയുന്നില്ലല്ലോ, ഞങ്ങൾക്ക് ചൈനക്കാർ തന്നെ ഇഷ്ടംപോലെ ടൂറിസ്റ്റുണ്ട്. സോ
ചൈനയിൽ വരുന്നവർക്ക് ഞങ്ങളെപ്പോലുള്ള ഗൈഡിനെ എടുക്കാം. ഗൈഡുകൾക്ക് ഇംഗ്ലീഷ് അറിയാം. സോ ഗൈഡ് വിൽ ഹെൽപ്പ്. അല്ലാണ്ട് ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ മുഴുവൻ ഇവിടെ ഇംഗ്ലീഷിൽ എഴുതി വയ്ക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും നടക്കില്ല. വെരി വെരി കോൺഫിഡൻറ്റ് പീപ്പിൾ ആക്ച്വലി. അപ്പോൾ അതിൽ ഞാൻ ഇന്ത്യയുമായിട്ട് കമ്പയർ ചെയ്തപ്പോൾ നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ ഇങ്ങനെ ഹിന്ദി പറ്റില്ല, ഹിന്ദി നാഷണൽ ലാംഗ്വേജ്, അത് ഇവിടെ പറ്റില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ ലാംഗ്വേജ്. ചൈനയിൽ നോക്കുകയാണെങ്കിൽ അവിടുത്തെ ഒരു ലാംഗ്വേജ് മാൻഡറിൻ എന്നും പറഞ്ഞിട്ടൊരു ലാംഗ്വേജാണ് അവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ്. അത് ആളുകൾ സംസാരിക്കുന്നതൊക്കെ തന്നെ, പക്ഷേ നോർത്തേൺ ചൈനയിലാണ്. സദേൺ ചൈന വരുമ്പോഴേക്കും അതിൽ നിന്ന് ഒത്തിരിയും വ്യത്യസ്തമാണ് അവിടെ അവരുടെ ലാംഗ്വേജ്. ടിബറ്റിലൊക്കെ പോകുമ്പോഴേക്കും തീരെയും വേറെയാണ് ലാംഗ്വേജ്. അങ്ങനെയൊക്കെ മംഗോളിയയ്ക്ക് പോകുമ്പോൾ അവിടെയും വേറെ ലാംഗ്വേജാണ്. ഇത്രയൊക്കെ ആണെങ്കിലും സർക്കാരിൻ്റെ റേഡിയോ, ടി വി, സർക്കാരിൻ്റെ പ്രസിദ്ധീകരണങ്ങളൊക്കെ ഈ മാൻഡറിൻ ലാംഗ്വേജിൽ വരും. അപ്പോൾ നിങ്ങൾ ഏത് ലാംഗ്വേജാണ് സാധാരണ ഭാഷയ്ക്ക് ഉപയോഗിക്കുന്നതെങ്കിലും ആക്ച്വലി നമ്മൾ മറ്റേ ലാംഗ്വേജ് പഠിക്കും ഓട്ടോമാറ്റിക്കലി. നമുക്ക് സ്കൂളിലൊന്നും പോയില്ലെങ്കിൽ പോലും ഓട്ടോമാറ്റിക്കലി നമ്മൾ പഠിക്കും. അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എന്തിനാണ് നമ്മളൊരു ഫോറിൻ ലാംഗ്വേജ് പഠിക്കുന്നത്. അപ്പോൾ ആ ഒരു സെയിം തിങ് ഇന്ത്യയിൽ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണ് ഈ ഫോറിൻ ലാംഗ്വേജ് പഠിക്കുന്നത്. ഇപ്പോൾ മലയാളം ഓക്കെ, നമ്മുടെ മദർ ടങ്. രണ്ടാമത്തെ ലാംഗ്വേജ് എന്തിനാണ് ഇംഗ്ലീഷ് ആക്കണേ. ഹിന്ദി ആക്കാൻ പറ്റില്ല, അത് നോർത്ത് ഇന്ത്യക്കാരനാണ്, ഞങ്ങൾ സൗത്ത് ഇന്ത്യ. ഓക്കെ ആയിക്കോ. സൗത്ത് ഇന്ത്യയിൽ സ്റ്റേറ്റുകളുണ്ടല്ലോ. കേരളം വെച്ചാൽ കോണകം പോലെ ഒരു ലേശം സ്ഥലം. അതുകൊണ്ട് എല്ലാ സാധനങ്ങളും മലയാളത്തിലാക്കി, എല്ലാ ടെക്നിക്കലും മലയാളത്തിലാക്കുന്നത് ജസ്റ്റ് ഓഫ് ഇൻകം. അതുകൊണ്ട് നമുക്ക് സൗത്ത് ഇന്ത്യ മുഴുവൻ ഒരു ലാംഗ്വേജ് ആക്കാം. അപ്പോൾ മലയാളം പഠിച്ചിട്ട് സെക്കൻഡ് ലാംഗ്വേജ് തമിഴോ കന്നഡയോ തെലുങ്കോ ആക്കട്ടെ. അതിന് സമ്മതിക്കില്ല. അവർക്ക് ഇംഗ്ലീഷ് നമ്മുടെ കേരളത്തിൽ ഇംഗ്ലീഷ് തന്നെ വേണം സെക്കൻഡ് ലാംഗ്വേജ്. ഈ ഒരു എന്താ പറയുക മനോഭാവം മാറിയേ പറ്റൂ. ഈ ഫോറിൻ ലാംഗ്വേജ് ഈസ് ഫോറിൻ. നമുക്ക് നമ്മളുടെ ലാംഗ്വേജിനെ അംഗീകരിക്കാനും ഉപയോഗിക്കാനുമുള്ള ഒരു ധൈര്യം, ഒരു മനസ്സ് അത് വരണം. ചൈനയിൽ പോയി പഠിക്കണം ഈ കാര്യങ്ങളൊക്കെ. പിന്നെ ബീജിങ്ങിൽ ഞങ്ങൾ ആദ്യമായിട്ട് കണ്ട ഈ കാണുന്ന ഒളിമ്പിക് സ്റ്റേഡിയമാണ്. അത് വളരെ ഭംഗിയായ ഒരു കൺസ്ട്രക്ഷനാണ്. രാത്രിയിൽ ലൈറ്റൊക്കെ ഇട്ട് വളരെ ഭംഗിയായിട്ടുണ്ട്. അത് ഒളിമ്പിക്സിന് ശേഷം വേറെ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ടൂറിസ്റ്റുകളെയൊക്കെ കയറ്റി കാണിക്കും. ഇതേമാതിരി നീന്തലിന് വേണ്ടിയിട്ട് വേറൊരു ഇതുപോലൊരു ഒരു 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 സ്ട്രക്ചറുണ്ട്. പക്ഷേ അത് ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ ഈ ഒളിമ്പിക്സിൻ്റെ 2008 തോന്നുന്നു. ഒളിമ്പിക്സിൻ്റെ ആരംഭത്തിൽ വെറുതെ ഇങ്ങനെ പ്രചരണം ഉണ്ടായിരുന്നു, ഈ ചൈനയിൽ കംപ്ലീറ്റ് പൊല്യൂഷനാണ്, അവിടെ എങ്ങും അത്ലറ്റ്സിനൊന്നും പോകാൻ പാടില്ല. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഉടനെ അതിനെ കൗണ്ടർ ചെയ്യാനും പത്രസമ്മേളനം നടത്താനും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അതിനെതിരെ പ്രതികരിക്കാനും ഒന്നും അല്ല ചൈന പോയത്. ചൈന എന്ത് ചെയ്തു? വലിയ പൊല്യൂഷനൊന്നും ഉണ്ടായിരുന്നില്ല, എങ്കിലും ഉള്ള പൊല്യൂഷൻ കൂടി ഇല്ലാതാക്കി. എങ്ങനെയാണ്? അവിടെ ഉണ്ടായിരുന്ന ഫാക്ടറി എല്ലാം, അതായത് ഈ ബീജിങ്ങിന് ചുറ്റും റിംഗ് റോഡ്സാണ്. ഒരു റിങ്, പിന്നെ ഒരു 10-50 കിലോമീറ്റർ അപ്പുറം അടുത്ത റിങ് റോഡ്, അടുത്ത് 100 കിലോമീറ്റർ അപ്പുറത്ത് വീണ്ടും അടുത്ത റിങ് റോഡ്, അങ്ങനെ. അപ്പോൾ ഈ ഔട്ടർ റിങ് റോഡിലോട്ട് ഫാക്ടറികളെല്ലാം മാറ്റി. എന്നിട്ട് വണ്ടികളൊക്കെ 50% EV ആണ് അവിടെ. ഇൻഫാക്റ്റ് അത് കണ്ടിട്ടാണ് ഞാൻ തിരികെ വന്ന് ടൂർ കഴിഞ്ഞ് തിരികെ വന്ന് ഉടനെ ഞാനും EV ആക്കി. ചൈനക്കാരുടെ പല കാര്യങ്ങളും അനുകരണീയമാണ്. കാരണം അവിടെ ഒന്ന് EV ആയതുകൊണ്ട്, രണ്ട് അവിടുത്തെ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഒന്നും നമ്മുടെ ഇവിടുത്തെ പോലെ പുക തുപ്പി നടക്കുന്നില്ല. പുക കാണാനേ ഇല്ല. പുക കാണാനേ ഇല്ലെങ്കിലും അവിടെ വേറൊരു പുകയുണ്ട്. ഈ ആളുകൾ ഭയങ്കര പുക വലിയാണ്, സിഗരറ്റ് വലിയാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം സർക്കാർ അത് നിരോധിച്ചിട്ടില്ലായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇത്രയും പേര് ഇങ്ങനെ വലിക്കില്ലല്ലോ. ഭയങ്കര വലിയ. നമ്മുടെ കേരളത്തിലിപ്പോൾ സിഗരറ്റ് വലി കാണാനേ ഇല്ലല്ലോ. അത് ഒരു രക്ഷയില്ലാത്ത സിഗരറ്റ് വലിയ. പിന്നെ ഞാൻ നമ്മളെ ബീജിങ്ങിൽ ഇറങ്ങിയപ്പോൾ തന്നെ കണ്ടത് ഒരുതരം ചെറിയ അപ്പൂപ്പൻ താടി എന്ന് പറയാനൊക്കില്ല. അപ്പൂപ്പൻ താടി ഉണ്ട് അവിടെ, അതല്ല, ഇത് വളരെ ചെറിയ ഒരുതരം പൂവുകൾ അതിങ്ങനെ പറന്ന് നടക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ നമ്മുടെ ഈ കോട്ടൺ പോലെ പറന്ന് നടക്കുന്നതാണ്, അലർജി വരും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒരു ദിവസമൊക്കെ മാസ്ക് വെച്ചാൽ നടന്നത്. പക്ഷേ അവിടുത്തെ ആളുകളൊന്നും മാസ്ക് വയ്ക്കുന്നില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പിന്നെ അങ്ങ് മാസ്കൊക്കെ എടുത്ത് ഞങ്ങൾക്കും അലർജിയൊന്നും വന്നില്ല. ആക്ച്വലി അത് ഏതോ ഒരു മരത്തിൻ്റെ പേര് പറഞ്ഞു ഞാൻ മറന്നുപോയി. മണൽക്കാറ്റ് വരുമ്പോൾ അതിനെ തടഞ്ഞു നിർത്താൻ വേണ്ടി അവിടെ കംപ്ലീറ്റ് നട്ട് പിടിപ്പിച്ച കുറേ മരങ്ങളാണ്. ആ മരങ്ങളിൽ നിന്ന് വരുന്ന ഒരു സംഭവമാണിത്. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നായാലും എയർപോർട്ടിൽ നിന്നായാലും ഈ നടപ്പാണ്.
പിന്നെ നമ്മൾ എവിടെയെങ്കിലും കാണാൻ പോകണം, അത് ഗ്രേറ്റ് വാൾ ആയാലും ടിയാനൻമെൻ സ്ക്വയർ ആയാലും എവിടെയും നടപ്പോട് നടക്കും. കാരണം വണ്ടികൾ വളരെ ദൂരെ വെച്ചിട്ട് നമ്മളങ്ങ് നടത്തിക്കുക. അപ്പോൾ അത് ഒരു തരത്തിൽ ഗുണമാണെന്ന് തോന്നുന്നു. കാരണം ഈ ചൈനയിൽ അങ്ങനെ ഓവർ വെയിറ്റ് ആൾക്കാരെയൊന്നും ഞാൻ കാര്യമായിട്ട് കണ്ടില്ല. ശരിക്കും ആ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ പോയപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങുന്നിടത്ത് ബസ് വന്ന് ഞങ്ങളെ പിക്ക് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് അലൗഡ്. അത് ഒരു 1/2 കിലോമീറ്റർ നടന്നു പോയി അവിടെ നിന്ന് ബസ്സിൽ കയറണം. അപ്പോൾ ആ രീതിയിൽ നമുക്കും ചെറിയ മാറ്റങ്ങൾ വരുത്താം. കാരണം റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഈ ബസ്സും കാറും ഒക്കെ വന്ന് നിന്നിട്ട് വല്ലാത്ത ഒരു ബ്ലോക്കല്ലേ. അത് ആൾക്കാർക്ക് ഒരു നടപ്പാത ഉണ്ടാക്കിയിട്ട് ഒരു 1/2 കിലോമീറ്റർ അകലെ നമുക്ക് പിക്കപ്പ് പോയിന്റ് വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം ആരോഗ്യത്തിന് നല്ലതാണെന്നേ. പിന്നെ ചൈനയിൽ ആർക്കും അങ്ങനെ പരാതിയൊന്നുമില്ല. നടക്കുക എന്ന് വെച്ചാൽ നടക്കുക എന്നുള്ളത് തന്നെ അത്രേ ഉള്ളൂ. അതിൽ പിന്നെ ചോദ്യോത്തരങ്ങളൊന്നുമില്ല. പിന്നെ എവിടെയും ക്യൂ ആണ്. എല്ലാത്തിനും ലോങ് ക്യൂസാണ്. അപ്പോൾ ലോങ് ക്യൂസും നടപ്പും അത് രണ്ടും പാർട്ട് ആൻഡ് പാഴ്സലാണ്. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചിട്ട് അടുത്ത് നമുക്ക് ടിയാനൻമെൻ സ്ക്വയറിൻ്റെതും അല്ലെങ്കിൽ വിൻ്റർ പാലസ് അങ്ങനെ ഓരോന്നായിട്ട് ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.